ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം നമുക്ക് ഓടി ഇറങ്ങി നടക്കാം. പക്ഷെ ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ എന്റെ പ്രിയോറിറ്റി ജസ്റ്റ് ഒന്ന് മാറും. ആ സമയത്ത് എനിക്ക് ഇപ്പൊ ഈ ചെയ്യണ പോലെ എനിക്ക് അത്രയും ഇതിലോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണെങ്കിൽ എനിക്ക് ഒരു ഫോൺ വിളിച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്താൽ പോലും ഞാൻ എപ്പോഴും ഇവിടെ അവൈലബിൾ ആവണം എന്നില്ല. എനിക്കിപ്പോ ഒരു ഫോൺ വിളിച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വേണം കല്യാണത്തിന് മുന്നേ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വെൽ പ്ലാൻഡ് ആണല്ലോ, കാര്യങ്ങളെല്ലാം വളരെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബുട്ടീക്കിന്റെ കാര്യത്തിൽ. ഇനി റോബിന്റെ കൂടെയുള്ള ലൈഫ് സമാധാനമായിട്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു ഇപ്പൊ എന്റെ എല്ലാം എന്ന് പറയണത് ഇതാണ്. അപ്പൊ എനിക്ക് ഇതിലോട്ടേക്ക് ഞാൻ നെക്സ്റ്റ് ഇയറിൽ കടക്കുമ്പോ എനിക്ക് എന്റെ ഫുൾ എന്റെ അറ്റൻഷൻ പക്ഷെ അതിന്റെ അർത്ഥം ബിസിനസ്സിന് ഒന്നും അല്ലാന്നല്ല. കാരണം എന്റെ ഇത്രയും കിടന്ന വർഷം മൊത്തം ഒരു ലാസ്റ്റ് 10 years മൊത്തം ഞാൻ ഈ ഒരു ഫീൽഡില് ഈ ഒരു ഇതിലാണ് ഫുൾ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഇനി എനിക്കൊന്നൊരു ഒന്ന് ചേഞ്ച് ആയി കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇവിടെ കുറച്ചൊരു ഫോക്കസ് ചെയ്യാം അല്ലേ. ഇപ്പോഴാണെങ്കിൽ അതും ഇതും കൂടെ ഒരുമിച്ച് തന്നെ കൊണ്ടുപോയത്. പക്ഷെ ഇനി കുറച്ചുകൂടി കൂടുതൽ ഇതായിരിക്കും. അതെ, റോബിൻ ശ്രദ്ധിച്ചോ, ഇത്ര നാളും ഉള്ളതിനെക്കാട്ടിലും മാരുതിയുടെ വേറൊരു ഫേസ് ഇനി കൂടെ കാണുന്നാണ് പറഞ്ഞു തന്നത്. റോബിൻ എങ്ങനെ ഉണ്ടായിരുന്നു 2024 എന്ന് പറയുമ്പോൾ? ഞാൻ ആക്ച്വലി എല്ലാത്തിൽ നിന്നും മാറി നിൽക്കായിരുന്നു, സോഷ്യൽ മീഡിയ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കായിരുന്നു. ഞാൻ ആക്ച്വലി എന്താ പറയാ, എനിക്കങ്ങനെ ഭയങ്കര വലിയ സംഭവമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, പോസിറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു, നെഗറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതൊരു ലെസൺ ആയിട്ട് പഠിച്ച് അതിൽ നിന്നും ഇനി ഒരു ആവർത്തന ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. പിന്നെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓരോ ദിവസവും ഒരു പുതിയ പുതിയ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ കല്യാണത്തിന്റെ ഒരു തീയതി ഈ വർഷമാണ് നമ്മൾ തീരുമാനിച്ചത്, 2024 തീരുമാനിച്ചത്. അതിനെക്കാട്ടി ഉപരി എൻ്റെ പ്രൊഫഷനിലേക്ക് ഞാൻ തിരിച്ചു വരാം, മെഡിക്കൽ ഫീൽഡ്. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ലൈക്ക് എന്താ പറയാ, എൻ്റെ പ്രൊഫഷനിലേക്ക് അധികം ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു റൈറ്റ് ചോയ്സ് അല്ലെങ്കിൽ റൈറ്റ് ഒരു ഡിസിഷൻ എടുക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. കാരണം ഞാനിപ്പോൾ ഒരു ഡോക്ടറായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പേരിലേക്ക് മാത്രമേ എൻ്റെ സർവീസ് ചെല്ലത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചിരുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യണമല്ലോ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ സോഷ്യൽ മീഡിയയിൽ. സോ ഞാനൊരു ഇന്റർനാഷണൽ മെഡിക്കൽ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതെന്ന് പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടാത്ത, എന്നെ അറിയാത്ത എല്ലാവർക്കും ഗുണം വരുന്ന ഒരു കാര്യമാണത്. സോ അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം ഈ വരുന്ന January 20th ഞാനത് കൊടുക്കുന്നതായിരിക്കും. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ചു ചെയ്യണം, ഒരു ലാർജ് സ്കെയിൽ സർവീസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ തിരിച്ചെന്റെ പ്രൊഫഷനിലേക്ക്, ബാക്ക് ടു മൈ പ്രൊഫഷൻ. സോ അതിൽ ഞാൻ എപ്പോഴും പലരും പറയാറുണ്ട് എന്റെ പ്രൊഫഷന് ഞാൻ അധികം കൺസിഡർ ചെയ്യാറില്ല എന്ന്. ആക്ച്വലി സത്യം പറഞ്ഞാൽ എന്റെ പ്രൊഫഷൻ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചാണ് ഞാൻ എന്ത് ചെയ്ത ആ ഒരു പ്രൊഫഷനിലേക്ക് പോയത്. ഞാനത് സത്യം പറഞ്ഞാൽ ഒരു 8 വർഷം ഞാൻ അതിൽ ജിജോ ഹോസ്പിറ്റൽ, ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തപ്പോഴേ നിങ്ങൾക്ക് അറിയാം, ഞാൻ അത്രയും അത് ഇഷ്ടപ്പെട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതിനുശേഷം നമ്മളെപ്പോഴും ഒരു നമ്മുടെ ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഒരു ഹൈ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഒരു പ്രിപ്പറേഷൻ എടുക്കുക, നമ്മൾ റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ത് ചെയ്യാം, ഏത് ഹോസ്പിറ്റൽ വേണമെങ്കിലും എനിക്ക് ജോയിൻ ചെയ്യാം. അവരെന്നെ പലരും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, പലരും എനിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് വരുന്നത്. അത് എനിക്കറിയാം, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഞാൻ സ്റ്റെത്തിട്ട് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇനി വൈകാതെ നമ്മുടെ മെട്രോ പില്ലേഴ്സിലും ഈ പറഞ്ഞ പല സ്ഥലത്തും നമ്മുടെ ഫോട്ടോയൊക്കെ ഇതേപോലെ വരും. ഓൾറെഡി അതൊക്കെ സെറ്റാണ്. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല, അതൊരു റെവല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കമ്പനി ഓൾറെഡി ഒരു 5 years ആയിട്ട് ഇതിന്റെ പിന്നിൽ അതിന്റെ ഒരു ഹാർഡ് വർക്കും അവരുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളെല്ലാം വെച്ച് അവരത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതിന്റെ ഫേസ് ഞാനാണ്. ഓക്കെ, സോ അതുവഴി ഞാൻ പറയില്ലേ ഗുണമുണ്ടാവും. മനസ്സിലായി. അപ്പൊ നിങ്ങൾ 25 ഏറ്റവും കൂടുതൽ ഈ 25 നിങ്ങൾ എയിം ചെയ്യുന്നതും ഈ ഒരു പ്രൊജക്റ്റും ഈ ഒരു സംഭവം തന്നെയായിരിക്കും. പിന്നെ രണ്ടാമത് എന്റെ കല്യാണം. അതായത് ജാനുവരിയിൽ പ്രൊഫഷൻ, ഫെബ്രുവരിയിൽ ലൈഫ്, പിന്നെ മാർച്ചിൽ ഇനി എന്തെന്നുള്ളതാണ് നോക്കേണ്ടത്. ഓരോ മന്ത് ഓരോന്ന് നോക്കി സെറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാല് അല്ലേ. എന്തായാലും ഇങ്ങനെ പ്ലാൻ ചെയ്ത പോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്തതിനെക്കാട്ടിലും സൂപ്പർ ആയിട്ട് നടക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. പിന്നെ ഇത് കാണുന്ന എല്ലാവർക്കും നമ്മുടെ രണ്ടുപേരുടെ കല്യാണത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നമ്മുടെ വീട്ടിലെ ഒരു അംഗം ഉള്ളത് പോലെയാണ്. പിന്നെ നമ്മളെ വെറുക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ വെറുക്കൊന്നും വേണ്ട. പിന്നെ പുതിയ വർഷമാണ്, എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വെരി നൈസ് റോബിൻ.
നിങ്ങൾ രണ്ടുപേരും രണ്ടെന്നല്ല ഒരേ ഒന്നൊന്നും തന്നെ നമുക്ക് പറയാം അല്ലെ. ഇനിയിപ്പോ അടുത്ത മാസം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു 24-ൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് നിങ്ങളെ വിഷമിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അപ്സെറ്റ് ആക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇൻസിഡൻസ് രണ്ടുപേരുടെ രണ്ടായിട്ട് ചോദിക്കുന്നില്ല. ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മളത് ഒരുമിച്ച് മാനേജ് ചെയ്തു. അതെല്ലാം അല്ല, എനിക്കിപ്പോ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ തന്നെ അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാന്നുള്ളതിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തത് ഈ വർഷമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് നമ്മൾ പരസ്പരം കൂടുതൽ ഡെപ്ത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഈ വർഷമാണ്. സോ എന്താ പറയാ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ എപ്പോഴും ഒന്ന് കമ്മിറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ചൊരു ലെങ്ത് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് അല്ലെ? അല്ല, ഇതില് മുന്നേ നമുക്ക് അറിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നമില്ല. നമ്മൾ വളരെ രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിലാണ് കണ്ടത്. നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോ തന്നെ കല്യാണം എല്ലാവരും കൂടെ ഉറപ്പിച്ചു, നമ്മൾ തീരുമാനിക്കുന്നേക്കാൾ മുന്നേ. അപ്പൊ അതിൻ്റെതായ ഒരു സമയം, പിന്നെ എനിക്കും എന്റെ കരിയർ വൈസിനെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ അത് ഒരുപാട് ആളുകളിലോട്ടേക്ക് എത്തണേക്കാൾ മുമ്പ് ഈ ഒരു സംഭവം ഇടയിൽ വന്നു. അപ്പൊ എനിക്കാണെങ്കിലും എന്താ പറയാ, എനിക്ക് മൊത്തത്തിൽ അതും ഇതും എല്ലാം കൂടെ ഒരു കൺഫ്യൂസ്ഡ്